നഗരത്തിൽ നടക്കുന്ന ചില തുടർ കൊലപാതകങ്ങൾ. മരണപ്പെടുന്നവരുടെ വീട്ടിലേക്ക് ഓരോ ലെറ്റർ വരികയാണ്. അടുത്തത് ആരാണ് കൊല്ലപ്പെടാൻ പോകുന്നതെന്ന്. ഇതൊരു സീരിയൽ കില്ലിംഗ് ആണോ? പിന്നിലെ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ നമ്മുടെ നായകനും ടീമും തേടി ഇറങ്ങാണ്. ക്രൈം ത്രില്ലർ പ്രേമികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഏറ്റവും പുതുതായിട്ട് ഇപ്പൊ അടുത്ത് റിലീസായിട്ടുള്ള നമ്മുടെ ഇന്ദ്രജിത്ത് അഭിനയിച്ച ധീരം എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിലും അടിപൊളി കഥകൾ നിങ്ങളിലേക്ക് വേഗത്തിൽ തേടി എത്തിക്കാൻ എല്ലാ കൂട്ടുകാരും എനിക്ക് ആകെ ചെയ്തു തരേണ്ടത് ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലുള്ള കഥകൾ കാണാൻ തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ തുടങ്ങിയാലോ? ഈ കഥയുടെ ആരംഭത്തില് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള ഇൻസ്പെക്ടർ സ്റ്റാലിനിലെ ഏതോ ഒരുത്തിനെ ഫോളോ ചെയ്ത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോവാണ്. അപ്പോ സ്റ്റാലിന്റെ പിന്നാലെ പോലീസ് ടീമും പാഞ്ഞു വരുന്നുണ്ട്. എന്നാല് മുകളിലെത്തിയപ്പോ സ്റ്റാലിൻ ഫോളോ ചെയ്തു പോയ ആ ഒരു വ്യക്തിയിലെ പോയിന്റ് ബ്ലാങ്കില് ഷൂട്ട് ചെയ്ത് തീർത്ത് കളയാണ്. അത് കണ്ടപ്പോ പിന്നാലെ വന്ന പോലീസ് ടീം മുഴുവനായിട്ട് ഷോക്കായി പോകുന്നുണ്ട്. അടുത്ത സീനില് സ്റ്റാലിന്റെ ഹെഡായിട്ടുള്ള ACPയുടെ തല പോലീസ് ഡിപ്പാർട്ട്മെന്റ് തിന്നോണ്ടിരിക്കുകയാണ്. അതായത് ഒരു സാധാരണ ഇൻസ്പെക്ടറായ സ്റ്റാലിൻ എന്ത് അധികാരത്തിലാ ഗണ്ണ് വെച്ച് കുറ്റവാളിയെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയ? പിന്നെ ഇവിടെ കോടതി നിയമക്കെന്തിനാ? ഇതേ ചോദ്യം തന്നെയാണ് മീഡിയയും ചുറ്റി വളഞ്ഞു ചോദിക്കുന്നത്. അപ്പൊ ACP ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മറുപടി സ്റ്റാലിൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയും. അതുപോലെ അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവനായിട്ടും നമ്മുടെ ACPയും സ്റ്റാലിനെ വിളിച്ചിട്ടും ഫോൺ കിട്ടുന്നില്ല. അപ്പോഴാണ് നേരെ ACPയുടെ ഓഫീസിലേക്ക് തന്നെ സ്റ്റാലിൻ വരുന്നത്. നീ എന്താ ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട്? നീ ചെയ്തതിന്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉറപ്പായിട്ടും നീ റിഗ്രറ്റ് ചെയ്യും. എന്നാൽ സ്റ്റാലിൻ ആണെങ്കിൽ ചെയ്ത കാര്യത്തില് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല സാറേ, പലതും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന കുറ്റബോധം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് അതോറിറ്റി നമ്മുടെ സ്റ്റാലിന്റെയും അതുപോലെ കമ്മീഷണറിന്റെയും, ഞാൻ ഇദ്ദേഹത്തെ ACP എന്ന് പറഞ്ഞു തോന്നുന്നുണ്ട്, എന്നാൽ ശരിക്കും കമ്മീഷണറാണ്, കമ്മീഷണറിന്റെയും തല തിന്നാണ്. ഓൾറെഡി കുറ്റാരോപിതനായ സ്റ്റാലിനെ ഈ കേസിലേക്ക് നിയമിച്ചത് നിങ്ങളല്ലേ? അപ്പോ നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ട് പോയാൽ മതി. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് നമ്മുടെ ഹീറോ സ്റ്റാലിനും ലേഡി അസിസ്റ്റന്റും കൂടി മറ്റേതോ ഒരു സ്റ്റേഷനിലെ ചില ഡീറ്റെയിൽസ് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ദിശയാണെങ്കിൽ സാറ് പറഞ്ഞ കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടി 17 വയസ്സ് മാത്രം പ്രായമുള്ള കല്യാണി എന്ന കുട്ടിയായിരുന്നു. അന്ന് ആ കേസ് അന്വേഷിച്ചത് ഇപ്പോഴത്തെ CI സെൽവരാഘവൻ സാറായിരുന്നു. അന്ന് അദ്ദേഹം SI സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഹീറോ സ്റ്റാലിൻ ആണെങ്കിൽ നമുക്ക് ആ പെൺകുട്ടി പഠിച്ച സ്കൂളിലേക്ക് ഒന്ന് പോണല്ലോ. അങ്ങനെ നേരെ ആ സ്കൂളിൽ പോയിട്ട് 2017-ലും 2018-ലും ആ സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്തെടുക്കാണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലെ ആരുടെ ഡീറ്റെയിൽസ് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഷോക്കായി പോവാണ്. അപ്പോൾ അതിന്റെ 3 ആഴ്ച മുൻപ് ഒരു പാർട്ടി ഫംഗ്ഷനിൽ വെച്ച് IG-യുടെ കുടുംബക്കാരനായിട്ടുള്ള ഒരു പയ്യൻ മർഡർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടെത്തിയ നമ്മുടെ IG-യോട് അസിസ്റ്റന്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു പയ്യന്റെ ഫ്രണ്ട്സും ഇവിടെ തന്നെയുണ്ട്, അവരുടെ മൊഴി എടുത്തോണ്ടിരിക്കുക. ആ ഒരു സീനിലെ കമ്മീഷണർ എത്തിയപ്പോൾ അസിസ്റ്റന്റ് സാറേ ക്രൈം സീനിൽ വെച്ച് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും അതുപോലെ ഒരു കുരിശ് കൊന്തയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ അവന്റെ ബ്രേസറിൽ കുടുങ്ങിയിട്ടുള്ള ഒരു മുടിയും ഫോറൻസിക് ടീമിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ഒരേ ഭാഗത്ത് തന്നെ തുടർച്ചയായിട്ട് കത്തിവെച്ച് കുത്തിയിട്ടുണ്ട്. അപ്പൊ തന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി, അത്രത്തോളം എന്തോ പക അയാളോട് ആ ഒരു കൊലയാളിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ IG ആണെങ്കിൽ DJ പാർട്ടിയിൽ വന്നിട്ടുള്ളത് ആരൊക്കെയായിരുന്നു അവരുടെ മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്യും. അതുപോലെ ഈ മരണപ്പെട്ട പയ്യന്റെ കോൾ റെക്കോർഡ്സ് എടുക്കുക. അങ്ങനെ ഫ്രണ്ട്സിനെയും സെക്യൂരിറ്റിയും ചോദ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോയി. അപ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒരു മീഡിയ റിപ്പോർട്ടർ, ഇവളുടെ പേര് ശ്രദ്ധ എന്നാണ്, അവള് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ മീഡിയയിലൂടെ കിങ്ഡം ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിലെ മുൻ IG-യുടെ മരുമകൻ കൊല്ലപ്പെട്ട് കിടക്കാണ്. ഫോറൻസിക് റിപ്പോർട്ട് വന്നാൽ മാത്രമേ അധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ന്യൂസിൽ പോകുന്ന കാര്യങ്ങൾ രാധിക എന്ന ഒരു ലേഡി കാണുമ്പോൾ അവളുടെ മുഖം ചെറുതായിട്ട് മാറുകയാണ്, എന്തോ ടെൻഷൻ പോലെ. അപ്പോഴാണ് അടുത്ത സീനിലെ നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റായ ലേഡി ഇൻസ്പെക്ടറിലെ, ഇവരുടെ പേര് ദിയ എന്നാണ്, ദിയ തന്റെ ടീമുമായിട്ട് വന്നിട്ട് ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു പെൺകുട്ടിയെ ലോക്ക് ചെയ്യുന്നത്. അവളുടെ പേര് ഫിദ എന്നാണ്. ഇവളെ എന്തിനാ ചോദ്യം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് നടന്ന ആ ഒരു മർഡർ ഫിദ കണ്ടിട്ടുണ്ടായിരുന്നു. അവളൊരു സാക്ഷിയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചേ, എന്താ കണ്ടെന്ന് ചോദിക്കുമ്പോൾ ഫിദ, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാ പാർട്ടിക്ക് അങ്ങോട്ട് പോയെ. ഫ്രണ്ട്സ് പാർട്ടിക്ക് പോയി എന്നാൽ ഞാൻ പോയില്ല. ഞാൻ മൊബൈലൊരു മൂവി കണ്ടോണ്ടിരിക്കുമ്പോൾ പാർക്കിംഗ് ലോട്ടിൽ ഒരു വണ്ടി നിർത്താതെ ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. കയ്യിലെ ഫോണിലെ ലൈറ്റുമായിട്ട് ആ ഭാഗത്തേക്ക് പോയി നോക്കിയപ്പോഴാണ് പെട്ടെന്ന് അവിടെ അയാൾ മരണപ്പെട്ട് കിടക്കുന്ന ഞാൻ കണ്ടേ. വല്ലാതെ പേടിച്ചു പോയിട്ട് അവിടുന്ന് തിരിഞ്ഞോടെ നോക്കിയപ്പോൾ തൂണില് തലയടിച്ച് ഞാനവിടെ വീണു പോയതാ. അങ്ങനെ എന്റെ ബോധം പോയി. അപ്പോൾ അവളുടെ തലയിൽ മുറിവ് അങ്ങനെയാ വന്നത്. അവർ പോലീസ് അസിസ്റ്റന്റ് പറയുന്നുണ്ട്, ഫിദ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള് നുണയാന്ന് തെളിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആർക്കും ഫിദയെ രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ അവളുടെ മുടി DNA ടെസ്റ്റിന് സാമ്പിളായിട്ട് കളക്ട് ചെയ്യാണ്. അടുത്ത സീനില് ഒരു ബൈക്കിലൊരുത്തം പാഞ്ഞു വരുമ്പോൾ പോലീസ് ബ്ലോക്ക് ചെയ്തിട്ട് അതിരാവിലെ താനങ്ങോട്ടാടോ? സാറേ ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ,
അപ്പോൾ അവനെ കൊണ്ട് ഊതിപ്പിച്ച് നോക്കുമ്പോൾ അവൻ അടിച്ചിട്ടുണ്ട്. മര്യാദക്ക് വണ്ടി കയറടാ. അങ്ങനെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് എസ് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട്, അല്ല സാറേ ഈ പയ്യനെന്താ ഇവിടെ? അല്ല തനിക്കതാരെന്നറിയോ? അത് നമ്മുടെ ഇൻസ്പെക്ടർ സ്റ്റാലിൻ സാറല്ലേ, അദ്ദേഹത്തിന്റെ ബ്രദറാ, അതായത് നമ്മുടെ ഹീറോയുടെ അനിയനാണ്. അല്ല സ്റ്റാലിന് ഒരു അനിയത്തി മാത്രമല്ലേ? അതല്ല, അദ്ദേഹത്തിന്റെ അച്ഛന് മറ്റൊരു രഹസ്യ അഫയർ ഉണ്ടായിരുന്നു, അതിലുള്ള പയ്യനാ. ഒരിക്കൽ പിടിക്കപ്പെട്ട് നാട്ടില് എല്ലാരും അറിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഹീറോ സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പൊ അനിയനെ കണ്ടപ്പോ എന്താ കേസ്? മദ്യപിച്ച് വണ്ടി ഓടിച്ചതാ സാറേ. കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഫൈൻ എഴുതിയിട്ട് അവന് വിട്ടെ. എന്നാൽ അവനാണെങ്കിൽ എനിക്ക് ആരുടെയും അവതാരം വേണ്ട, വെറുതെ എനിക്ക് വേണ്ടിയിട്ട് സാറ് പൈസ ചെലവാക്കണ്ട, അതിന് എനിക്ക് എന്റെ അമ്മയുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയെ ഐജി വിളിപ്പിക്കുന്നത്. അതായത് കുറച്ചു നേരത്തെ പാർക്കിങ്ങില് ഒരാള് മരണപ്പെട്ടില്ലേ, അവന്റെ പേര് ജോൺ എന്നാണ്. അപ്പോൾ ആ ഒരു കേസ് ഓൾറെഡി അന്വേഷിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ദേയും അസിസ്റ്റന്റ് ആയിരുന്നില്ലേ, അപ്പോൾ ആ ടീമിലേക്ക് സ്റ്റാലിനെയും കൂടി അപ്പോയിന്റ് ചെയ്യാണ്. അങ്ങനെ തന്റെ ടീമിനെ പരിചയപ്പെടുത്തിയിട്ട് അധികം വൈകാതെ തന്നെ ആ ക്രൈം സീന് ഒന്ന് വിസിറ്റ് ചെയ്തേക്ക്. അങ്ങനെ ക്രൈം സീനിൽ എത്തിയിട്ട് ആ ഒരു ക്രൈമിന്റെ ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്ത് ഓൾറെഡി ആ ഒരു കാഴ്ച കണ്ട ദൃക്സാക്ഷി ഫിദ പറഞ്ഞെന്താ, അവള് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് വണ്ടിയിലിരുന്ന് മൂവി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ശബ്ദം കേട്ട് അങ്ങോട്ട് പോയി നോക്കിയതെന്നല്ലേ. അപ്പൊ ഹീറോയുടെ സംശയം, ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വരെ വന്ന അവള് ഒറ്റക്ക് വണ്ടിയിലിരുന്ന് എന്തിനാ, എന്താ പാർട്ടിക്ക് പോകത്തെ? അത് മാത്രല്ല ജോണ് അവനും പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വന്നതല്ലേ, പിന്നെ അവൻ എന്തിനാ പാർക്കിങ്ങിലേക്ക് വന്നേ? അപ്പോ നമ്മുടെ ഹീറോയിലെ എന്തായിരിക്കും ശരിക്ക് അന്ന് സംഭവിച്ചിട്ടുണ്ടാവാന്ന് ഒന്ന് മൈൻഡിൽ ഇമാജിനേറ്റ് ചെയ്ത് നോക്കാണ്. അപ്പോ ജോണും ഫിദയും പാർട്ടിക്ക് വന്നിട്ടുണ്ട്. അവർ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെ അവര് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കാറിലേക്ക് വന്നപ്പോ അവള് പറഞ്ഞ പോലെ ഏതോ ഒരു കാറിന്റെ ഹോണയുടെ ശബ്ദം കേട്ട് ജോണ് മാത്രം ഇറങ്ങിപ്പോയി നോക്കിയതായിരിക്കാം. അതിനിടയിലായിരിക്കും അവനെ കൊലയാളി കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. ഈ കാഴ്ചയൊക്കെ ഹീറോ കൺമുമ്പിൽ കാണുന്ന പോലെ ഇമാജിനേറ്റ് ചെയ്യുമ്പോൾ ഫിദ ആ ഒരു ഡെഡ് ബോഡി കണ്ട് ഭയന്നോടുന്നതും അതിനിടയിൽ തന്നെയാണ് അവളുടെ തലയടിച്ച് മുറിവ് പറ്റുന്നതും. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഒന്ന് ഉറപ്പിക്കണല്ലോ. അപ്പൊ നേരെ ഫിദയോട് സംഭവിച്ചത് അതില്ലെന്ന് ചോദിക്കുമ്പോൾ അവളും സമ്മതിക്കാണ്. അപ്പോൾ അവളുടെ വാപ്പയാണെങ്കിൽ അടുത്ത ആഴ്ച അവളുടെ നിക്കാഹ, ഈ കാര്യം പുറത്ത് പറഞ്ഞ് ചതിക്കരുത്. അപ്പോൾ ജോണിന്റെ കൊലപാതകമായിട്ട് അവൾക്ക് ബന്ധമില്ല, പിന്നെ വേറെ ആരായിരിക്കും? അപ്പോഴാണ് നമ്മുടെ അസിസ്റ്റന്റ് ദേ പറയുന്നത്, സാറേ ആ ഒരു പാർക്കിംഗ് ലോട്ടിൽ വെച്ച് ഒരു സിഗരറ്റ് കിട്ടിയിരുന്നു, അതിന്റെ തറ്റത്ത് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. എന്റെ സംശയം കൊലയാളി ഒരു സ്ത്രീയാണോ എന്നതാണ്. എന്നാൽ ഹീറോ ചിലപ്പോ ആവാൻ സാധ്യതയുണ്ട്, എന്നാൽ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അതവിടെ കൊണ്ടുപോയി ഇട്ടതല്ലാന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അതങ്ങനെയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കല് അത്ര എളുപ്പമല്ല. അപ്പോഴാണ് മറ്റൊരു അസിസ്റ്റന്റ് വന്നിട്ട് ഒരു കേസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട്, സാറേ ജോണിനെതിരെ രാധിക എസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഓൾറെഡി സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സാർ എനിക്ക് ജോണിനെ നേരിട്ട് അറിയില്ല. ഒരിക്കൽ അവനെന്റെ കോഫി ഷോപ്പിൽ വന്നിട്ട് ഏതൊരു പെൺകുട്ടിയുടെ പേരില് അവന്റെ ഒരു ഫ്രണ്ടുമായിട്ട് അടിയുണ്ടായി. അന്ന് ഷോപ്പിലെ കുറച്ച് സാധനങ്ങൾ അവൻ തലയിൽ പൊളിച്ചപ്പോൾ അവന്റെ പേരിൽ എനിക്ക് കേസ് കൊടുക്കേണ്ടി വന്നു. പിന്നീട് അവൻ നഷ്ടപരിഹാരമായിട്ട് പൈസ വന്നപ്പോൾ കേസ് ഒത്തുതീർപ്പാക്കി വിടുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഓഫീസർ ദിയ പറയുന്നത്, സാറേ കുറച്ചു നേരത്തെ ആ കോഫി ഷോപ്പിൽ വെച്ചിട്ട് ജോൺ ഒരു പയ്യനായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ലേ, അവന്റെ പേര് കിരൺ എന്നായിരുന്നു. അവര് രണ്ടുപേരും ഒരു വാടക റൂമിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ മരണപ്പെട്ട ശേഷം പിന്നെ കിരണെ കുറിച്ച് ഒരു വിവരമില്ല. അപ്പൊ നമ്മുടെ ടീം വിളിച്ചിട്ട് അവന്റെ ഫോണും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവര് സ്റ്റേ ചെയ്ത ആ റൂമിലേക്ക് ഒന്ന് പോയി ചെക്ക് ചെയ്യണല്ലോ. അങ്ങനെ ആ റൂമിലെത്തിയിട്ട് മുഴുവനായിട്ട് ഒന്ന് അരിച്ച് പെറുക്കുമ്പോഴാണ് പല ഡ്രഗ്സിന്റെയും സ്മെല്ലും അതുപോലെ ഭാഗങ്ങളൊക്കെ പല സ്ഥലത്തും ഹീറോ കാണുന്നത്. അപ്പോൾ ആ റൂമിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന് ഹീറോ തന്റെ മൈൻഡിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. കുറച്ചു നേരത്തെ ക്രൈം സീനിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന കണ്ടിരുന്നില്ലേ, അതാണ് നമ്മുടെ ഹീറോയുടെ പ്രത്യേകത. അപ്പോൾ മരണപ്പെട്ട ജോണിന്റെയും കിരണിന്റെയും കൂടെ കുറേയധികം പെൺകുട്ടികളും അവിടെ പാർട്ടിക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ചേർന്ന് ഡ്രഗ്സ് യൂസും ചെയ്തിട്ടുണ്ട്. അതായത് അവരുടേതൊരു കുത്തൊഴിഞ്ഞ ജീവിതമാണെന്ന് ഹീറോയ്ക്ക് ഉറപ്പായി. അങ്ങനെ അവർ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു ലെറ്റർ ബോക്സ് അവിടെ കാണുന്നത്. അപ്പോൾ അതില് ഒരു ഫോട്ടോ പോലെ അയച്ചിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, നിന്നെ എന്റെ കലി തീരുവോളം ഞാൻ കുത്തി കുത്തി കൊല്ലുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെയല്ലേ അവന്റെ മരണവും നടന്നേ. അപ്പോഴാണ് അടുത്ത സീനില് നമ്മുടെ ശ്രദ്ധയുടെ ഒരു ട്രാൻസ്ജെൻഡർ ഫ്രണ്ട് ഉണ്ട്. അവളുടെ പേര് നിയ എന്നാണ്. അവള് എന്താ വല്ലാതെ ബിസിയാണല്ലോ. നമ്മുടെ ഐജിയുടെ മരുമകൻ ജോണിന്റെ മർഡർ കേസ് ഈ ശ്രദ്ധയുടെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കവർ സ്റ്റോറി ആവാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട മാക്സിമം ഡീറ്റെയിൽസ് ഒക്കെ അവള് കളക്ട് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ചു നേരത്തെ ജോണിന്റെ കൊലപാതകത്തിൽ സംശയിച്ച അവന്റെ കൂട്ടുകാരൻ കിരണില്ലേ, അവൻ സ്വയം ജീവൻ ഒടുക്കിയിട്ടുണ്ട്. അങ്ങനെ ആ കാഴ്ച കണ്ട ജനങ്ങള് ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയാണ്. എന്നാൽ അതേ സ്ഥലത്തേക്ക് നമ്മുടെ റിപ്പോർട്ടർ ശ്രദ്ധ ഇടിച്ചു കയറാൻ നോക്കുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, അവിടുത്തെ പ്രൊസീജിയറൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. അങ്ങനെ മാക്സിമം എവിഡൻസുകൾ അവിടെ നിന്ന് ഫോറൻസിക് ടീം കളക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു സ്റ്റേഷൻ പരിധിയിലെ ഇൻസ്പെക്ടർ മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോ അന്വേഷിക്കുന്ന ജോണിന്റെ മർഡർ കേസുമായിട്ട് കിരണിനും കണക്ഷൻ ഉണ്ട്. അപ്പൊ ഹീറോ ആ കാര്യം വിളിച്ച് പറയുമ്പോൾ ആ ഒരു ക്രൈം സീനിലേക്ക് നമ്മുടെ ഹീറോ വന്ന് നോക്കുമ്പോൾ ആ ഒരു ഇൻസ്പെക്ടർ പറയുന്നത് സാഹചര്യം കണ്ടിട്ട് സ്വയം ജീവൻ ഒടുക്കിയതാണ്. അങ്ങനെ ഹീറോ ആയിരുന്നു ചെക്ക് ചെയ്തിട്ട് ഇവിടെ അടുത്തെവിടെയെങ്കിലും CCTV ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് കൺഫേം ചെയ്തേ. അങ്ങനെ നൈറ്റ് ഹീറോയിൻ ടീം വരുമ്പോൾ അസിസ്റ്റന്റ് ജോസ് പറയുന്നുണ്ട്, ആ കിരണ് പിടിക്കപ്പെടുന്ന ഭയന്നിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തേ. എന്നാൽ ഹീറോയ്ക്ക് ഇതിന്റെ പിന്നിലും ജോണിനെ ആരാണോ
എന്താണോ ഇല്ലാതാക്കിയത് അതേ ആള് തന്നെയാണെന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള തോന്നൽ വരുന്നുണ്ട്. അപ്പോൾ തന്റെ അസിസ്റ്റന്റിനോട് ആ കാര്യം പറഞ്ഞിട്ട് എന്റെ മനസ്സ് പറയുന്നത് ഈ കേസ് ഇതിലും കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവാൻ പോവാണെന്നാണ്. അടുത്ത സീനില് നമ്മുടെ ശ്രദ്ധയിലെ രാധികയോട് നിങ്ങളുടെ കോഫി ഷോപ്പിൽ വെച്ച് മരണപ്പെട്ട ജോണും അവന്റെ ഫ്രണ്ട് കിരണും ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അടിയുണ്ടാക്കിയേ. ആ പെൺകുട്ടി ആരായിരുന്നു? ഇതൊക്കെ ചോദിക്കാന് നിങ്ങളാരാ? പോലീസൊന്നുമല്ലല്ലോ. എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റ് ദേവ് പറയുന്നത് സാറിന്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു. ജോണിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും കിരൺ മരണപ്പെട്ട സ്പോട്ടിൽ നിന്ന് ഒരു കുപ്പി കിട്ടിയിരുന്നു. അതിലെ ഫിംഗർ പ്രിന്റും മാച്ചിങ് ആണ്. അപ്പോ ആ ഒരു കൊലയാളി ബോധപൂർവം നമ്മുടെ മുമ്പിലേക്ക് ആ കത്തിയും കുപ്പിയും ഇട്ട് തന്നതാണ്, നമ്മുടെ ചലഞ്ച് ചെയ്യുന്ന പോലെ. അപ്പോഴാണ് അസിസ്റ്റന്റ് ജോസിലെ ലാപ്പിലെ ആ ഭാഗത്തുണ്ടായിരുന്ന ചില CCTV വിഷ്വൽസിലെ വണ്ടികള് പാസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നത്. നോർമലി അവിടെ അടുത്തൊരു പള്ളിയിൽ നിന്ന് കിരൺ മരണപ്പെട്ട സ്ഥലത്തേക്ക് എല്ലാ വണ്ടികളും 4 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു വണ്ടി മാത്രം 40 മിനിറ്റോളം എടുത്തിട്ടാണ് ആ ഭാഗം പാസ് ചെയ്തത്. അതിന്റെ പിന്നിൽ എന്തോ ഒരു സംശയമില്ലേ? അപ്പോ ആ വണ്ടി ആരെന്ന് നോക്കുമ്പോൾ കിരണിന്റെ അനിയത്തിയുടേതാണ്. അങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ട് അവളുടെ അച്ഛനോട് കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങളുടെ മകളുടെ വണ്ടി അവൾ എങ്ങോട്ടാ രാത്രി കൊണ്ടുപോയ, അതിന് 1.5 മാസമായിട്ട് അവൾ ആ വണ്ടി തൊട്ടിട്ടേ ഇല്ല. അതുപോലെ അവളോട് ചോദിക്കുമ്പോഴും ഞാനല്ലാതെ വണ്ടി വേറെ ആരും ഉപയോഗിക്കാറില്ല. 1.5 മാസമായിട്ട് ഞാൻ UK-യിലായിരുന്നു. പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോ അവൾ പറഞ്ഞു സത്യം തന്നെയാ. അപ്പോ അവിടെ നിറങ്ങുമ്പോൾ ഹീറോ പറയുന്നുണ്ട് നമ്മുടെ പോലീസിന് സിറ്റിയിലും പുറത്തുമായിട്ട് 450ഓളം ക്യാമറാസ് ഇല്ലേ, അതിലേതെങ്കിലും ക്യാമറയില് ആ വണ്ടി എടുത്ത് പോയത് ആരാണോ അയാൾ പെട്ടിട്ടുണ്ടാവും. അപ്പോ ശരിക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ. അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോഴാണ് കിരണിന്റെ അച്ഛനില്ലേ ജോണിന്റെ ലെറ്റർ ബോക്സിൽ നിന്ന് കിട്ടിയ പോലെ തന്നെ ഒരു നോട്ട് കിരണ് വന്നിട്ടുണ്ട്. അപ്പൊ ഹീറോ നോക്കുമ്പോ ജോണിനെ കൊന്ന പോലെ തന്നെ കിരണിനെ വേറെ രീതിയിൽ ഞാൻ തീർക്കും. അപ്പൊ ഹീറോ പറയുന്നുണ്ട് 2 ഫോട്ടോസ് എടുത്തിട്ടുള്ളത് ഒരേ ക്യാമറയില്, 2ലും എഴുതിയിട്ടുള്ളത് ഒരേ ഹാൻഡ് റൈറ്റിംഗില്. അതുപോലെ ഈ ഒരു 2 മർഡേഴ്സുമായിട്ട് 3 കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. ഒന്ന്, 2 പേരും പഠിച്ചിരുന്നത് ഒരേ ഗുരുകുലം കോളേജില്. രണ്ടാമത് ഒരേ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് 2 ആളുകളുടെ വീട്ടിലേക്ക് അയച്ചിട്ടുള്ളത്. മൂന്നാമത് 2 പേരുടെയും മരണം നടന്നത് ശനിയാഴ്ച രാത്രികളിലാണ്. അപ്പോഴാണ് ഓൾറെഡി നമ്മുടെ ഹീറോ പറഞ്ഞിരുന്നില്ലേ പോലീസ് CCTV ക്യാമറ മൊത്തം ചെക്ക് ചെയ്യാൻ. അപ്പോൾ ആ ഒരു താറിലുള്ള അതേ നമ്പറിലുള്ള മറ്റൊരു ബുള്ളറ്റ് കൂടി കണ്ടെത്താണ്. ആ നമ്പർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതും ഫേക്കാണ്. അതായത് പോലീസിനെ കബളിപ്പിക്കാനാണ് കൊലയാളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേ ചോദിക്കുന്നുണ്ട് സാറേ അപ്പൊ നമ്മൾ തേടുന്നത് ഒരു സീരിയൽ കില്ലറെയാണോ? അപ്പോൾ ഹീറോ അതെ, എന്നാലേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എല്ലാവരും കരുതുന്ന പോലെ അതൊരു പുരുഷനല്ല, മറിച്ചൊരു സ്ത്രീയാണ്. അതുമാത്രമല്ല അവൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള എന്തോ ഒരു റീസൺ ഉണ്ട്. എന്റെ ഉദ്ദേശം കറക്റ്റ് ആണെങ്കിൽ അവളിപ്പോ അടുത്ത ഇരയുടെ പിന്നാലെ ആയിരിക്കും. അതേപോലെ തന്നെ ആ ഒരു ലേഡി സീരിയൽ കില്ലറിലെ അവള് ഏതോ ഒരു പയ്യന്റെ വീട് ലക്ഷ്യമാക്കി അവിടെ ബെല്ലടിക്കുമ്പോ അവനൊന്നും അറിയാതെ വന്ന് വാതിൽ തുറക്കാണ്. പണി പാളിന്ന് കരുതുമ്പോ വീട്ടിലേക്ക് ഇപ്പൊ വന്നിട്ടുള്ളത് അവന്റെ 2 കൂട്ടുകാരാണ്. അവന്മാര് വന്നിട്ടുള്ളത് കുറച്ച് ഡ്രഗ്സ് കൈമാറി കൊടുക്കാനാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പയ്യനില്ലേ ഇവൻ MLA-യുടെ മകനാണ്. അപ്പോ MLA-യുടെ വണ്ടിയിൽ ഡ്രഗ്സ് കടത്തി കഴിഞ്ഞാല് പോലീസ് ചെക്ക് ചെയ്യില്ലല്ലോ. അങ്ങനെ അവൻ ആ ഡ്രഗ്സ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോ അതേ സമയത്ത് പോലീസ് ടീം രാത്രി പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇന്ന് ശനിയാഴ്ച രാത്രിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും കൊലപാതകം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് പോലീസിന് മുമ്പിലൂടെ MLA-യുടെ മകനില്ലേ പാഞ്ഞടിച്ചു പോകുന്നത്. അപ്പോ അവന്റെ പിന്നാലെ ഏതോ ഒരുത്തൻ ബൈക്കിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പോലീസിനെ കണ്ട് നിർത്താതെ പോയപ്പോ എന്റെ മുമ്പിലാണോ അവന്റെ കസർത്ത്. അങ്ങനെ SI അവനെ പിടിക്കാൻ പാഞ്ഞു വരുമ്പോ കുറച്ച് ദൂരം എത്തിയപ്പോ അവന്റെ വണ്ടിയിലെ ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ട്. തുറന്നു നോക്കുമ്പോ ആ വണ്ടിയിൽ നിന്ന് ഡ്രഗ്സ് കിട്ടുകയാണ്. അപ്പോൾ പോലീസ് ഫോളോ ചെയ്തോണ്ട് ചിലപ്പോൾ പേടിച്ച് രക്ഷപ്പെട്ടു പോകാതായിരിക്കും അവർ കരുതുന്നുണ്ട്. അങ്ങനെ ആ കാറും ഡ്രഗ്സും എടുത്തിട്ട് നേരെ MLA-യുടെ വീട്ടിലേക്ക് വന്നിട്ട് സാറേ മോന്റെ വണ്ടിയിൽ നിന്ന് കുറേയധികം ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മകൻ ദീപികന്റെ പേരിൽ കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ കലിപ്പായ ഭാര്യ എന്റെ മോന്റെ പേരിൽ ഒരു കേസ് എടുക്കാൻ പറ്റില്ല. അവ ഇൻസ്പെക്ടർ ആണെങ്കിൽ അത് പറ്റില്ല. അപ്പൊ MLA എന്നാ പിന്നെ താനൊരു കാര്യം ചെയ്യും, അവൻ ഇതിലുണ്ടെന്ന് അങ്ങ് തെളിയിക്കേ, എന്നിട്ട് താൻ ആക്ഷൻ എടുക്കുക. എന്നിട്ട് MLA തന്റെ മകനെ വിളിച്ചു നോക്കുമ്പോൾ അവന്റെ ഫോൺ റിംഗ് ആവുന്നുണ്ട്. എന്നാല് ആരും തന്നെ അത് എടുക്കുന്നില്ല. അതേ സമയത്ത് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻസ് സാറേ ഇതുവരെയായിട്ട് ഒരു കേസും റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയില്ലല്ലോ. എന്നാൽ ഹീറോയുടെ മനസ്സിൽ ഇനിയും കൊലപാതകങ്ങൾ തുടരുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്റെ അനിയത്തിയും അമ്മയും പള്ളിയിൽ പോയി വന്നപ്പോ ഹീറോയുടെ കയ്യില് ഒരു കൊന്ത കൊടുക്കാണ്. അപ്പോഴാണ് ജോണിന്റെ ക്രൈം സീൻ വെച്ചിട്ടും ഒരു കൊന്ത കിട്ടിയ കാര്യം ഹീറോ ഓർക്കുന്നത്. അപ്പൊ അമ്മയോട് ഈ കൊന്ത ഇവിടുന്ന് വാങ്ങിയ അത് നമ്മുടെ പള്ളിയുടെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാ. അങ്ങനെ ഹീറോ തന്റെ ടീമുമായിട്ട് ആ കടയിൽ പോയി ചോദിക്കുമ്പോ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് കൊത്തി ഉണ്ടാക്കുന്നതാ, ഞാൻ മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ രാത്രി ആയപ്പോ ഓൾറെഡി ആ ക്രൈം സീനിൽ നിന്ന് മറ്റൊരു ബോട്ടിൽ വെള്ളം കിട്ടിയിരുന്നില്ലേ. അപ്പൊ കൊലയാളി ഉറപ്പായിട്ടും അതവിടെ കൊണ്ടുവന്നിട്ടതായിരിക്കും. ആ വെള്ളത്തിന്റെ ലാബ് റിപ്പോർട്ട് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ നാളെ ഉറപ്പായിട്ട് വരും സാറേ. അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ട് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതേപോലെ അടുത്ത ദിവസം തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ദിയ ഹീറോയെ വിളിച്ചിട്ട് സാറേ ആ വെള്ളത്തിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കരുതിയ പോലെ അത് കുടിവെള്ളമല്ല, മറിച്ച് KMC-യുടെ അരികിലെ ഒരു പുഴയുണ്ട്. ആ പുഴയിലെ വെള്ളമാണ്
കാരണം അതിലെ കെമിക്കലും ഈ വെള്ളത്തിലെ കെമിക്കലും മാച്ച് ആയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് ആ ലാബിനെതിരെ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഉടനെ ആ ഒരു പുഴയിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ പോലീസ് ടീം ആ ഒരു പുഴ അരിച്ചു പെറുക്കിയപ്പോൾ മൂന്നാമതായിട്ട് ആ ഒരു MLA മകൻ ദീപകില്ലേ, അവന്റെ ബോഡി ആ വെള്ളത്തിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോഴാണ് അവന്റെ ബോഡിയിലായിട്ട് ഒരു ടോയ് കാറ് ഹീറോയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ കിരൺ മരണപ്പെട്ടെടുത്ത് ആ ഒരു വെള്ളക്കുപ്പി ഉണ്ടായിരുന്നു, അതേ വെള്ളത്തിലാണ് ഇപ്പോൾ ദീപകിന്റെ ബോഡി കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ദീപകിന്റെ ശരീരത്തിൽ നിന്ന് കാറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആളുടെ ബോഡി ഏതോ ഒരു കാറിൽ നിന്നാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയോട് റിപ്പോർട്ടർ ശ്രേയ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാ പെർമിഷൻ തന്നെ. അങ്ങനെ അവരെയും തള്ളി മാറ്റിയിട്ട് അവിടുന്ന് ഹീറോയും ടീമും പോവാണ്. അപ്പോഴാണ് നമ്മുടെ ദിയയില്ലേ ആ ഒരു 2 പേരുടെയും ലെറ്റർ ബോക്സിൽ നിന്ന് കിട്ടിയ പോലെ തന്നെ ഒരു ലെറ്റർ ഹീറോ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. തുറന്നു നോക്കുമ്പോൾ ജോണിനും കിരണും കൂട്ടായിട്ട് ദീപകിനെയും ഞാൻ അയച്ചിട്ടുണ്ടെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ രണ്ടാമത് കിട്ടിയ കത്തില് അടുത്തത് കിരണാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ 4ാമത് ഇനി ആരെയാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ അസിസ്റ്റന്റ് ദിയ ചോദിക്കുന്നുണ്ട്, സാറേ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ആ കൊലയാളി നിർത്തിയിട്ടുണ്ടാവോ? അവൻ ഓരോ ക്ലൂകളും നമുക്ക് തരുന്ന സ്ഥിതിക്ക് നിർത്താൻ ചാൻസ് ഇല്ല. അവസാനത്തെ ബോർഡിൽ നിന്ന് നമുക്കൊരു കാറ് കിട്ടിയിരുന്നില്ലേ? അപ്പോൾ അടുത്ത മർഡർ എവിടെയോ ആരെയോ ഒരു കാറിൽ വെച്ചിട്ടാണ് നടത്താൻ പോകുന്നത്. അപ്പോഴാണ് അസിസ്റ്റന്റ് ജോസ് പറയുന്നത്, സാറേ ദീപകിന്റെ വണ്ടിയുടെ പിന്നാലെ ഒരു ബൈക്ക് കൂടെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഹൂഡി ധരിച്ച ഏതോ ഒരാളാണ് ആ വണ്ടി ഡ്രൈവ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹീറോയിലെ ദീപകിന്റെ ബോഡി കിട്ടിയ ആ ഒരു സ്ഥലത്ത് നിന്ന് അവന്റെ കാറ് റോഡിൽ എവിടെയാണ് നിർത്തിയിട്ടിരുന്നത് ആ ഒരു സ്ഥലം വരെ ഏതെങ്കിലും CCTV വിഷ്വൽ ഉണ്ടോ നോക്കുമ്പോൾ ആ ഒരു പുഴയുടെ അരികിലുള്ള ഫാക്ടറിയിലെ ആ ഫാക്ടറിയിൽ ഒരു CCTV ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു കൊലയാളിയെ മനസ്സിലായാൻ തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഒരു പെൺകുട്ടി ബുള്ളറ്റ് പുറത്ത് നിർത്തിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഹീറോ ഗൺ പോയിന്റില് അവളെ ലോക്ക് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് അവളെ കണ്ട് നമ്മൾ ഷോക്കാവുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ രാധികയിലെ അവള് തന്നെയാണ്. അപ്പോൾ അവളോട് പാർക്കിംഗ് ലോട്ടിൽ വെച്ച് ജോണിനെ കൊലപ്പെടുത്തിയതും അവിടെ ഒരു കൊന്ത ഉപയോഗിച്ചതും, അടുത്തതായിട്ട് പള്ളിയുടെ അരികിൽ വെച്ച് കിരണിനെ കൊലപ്പെടുത്തിയതും, അവിടെ ഒരു ബോട്ടിൽ വെള്ളം ഉപയോഗിച്ചതും, പിന്നീട് ദീപകിനെ കൊലപ്പെടുത്തി ആ വെള്ളമുണ്ടായിരുന്ന പുഴയില് അവന്റെ ബോഡി ഉപയോഗിച്ചതും, അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു കാറും വെച്ചത് നീ തന്നെയല്ലേ രാധിക? അപ്പോൾ അവളാണെങ്കിൽ, സാറേ കിരണിനെയും ജോണിനെയും ഞാനല്ല കൊലപ്പെടുത്തിയത്, എന്നാല് ആ ദീപക് അവനെ കൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന എന്റെ അനിയത്തിയെ പ്രണയം നടിച്ച് ചതിച്ച് ഡ്രഗ്സ് കൊടുത്ത് അവൾ അബ്യൂസ് ചെയ്തിട്ട് ആ ഒരു സ്വഭാവത്തില്ലാത്ത കണ്ടീഷനില് റോട്ടില് ഇറക്കി വിട്ടിട്ട് പോയതാണ്. അപ്പോൾ ഒരു വണ്ടി ഇടിച്ച് അവൾ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോയി. അന്ന് അവനെ തീർക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാ അവന്റെ പിന്നാലെ പോയത്. എന്നാൽ വണ്ടി സ്കിഡായി ഞാൻ വീണുപോയി. പക്ഷേ എനിക്ക് സമാധാനമുണ്ട്, മറ്റാരായാലും അവനെ തീർത്തല്ലോ. നമ്മുടെ ഹീറോയുടെ പ്രൊഡിക്ഷൻ തെറ്റിപ്പോവാണ്. അപ്പൊ പിന്നെ വേറെ ആരും ഇതിന്റെ പിന്നിലെ ഒന്നും മനസ്സിലാവാതെ തല പുകയുമ്പോ IG വിളിച്ചിട്ട്, ഇപ്പോ മരണപ്പെട്ട ദീപക് ഒരു MLA മകനാണ്, മുകളിൽ നിന്ന് ഹൈ പ്രഷർ ഉണ്ട്, വേഗത്തില് നീ കേസ് ക്ലോസ് ചെയ്ത് നോക്ക്. അങ്ങനെ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അസിസ്റ്റന്റ് പറയുന്നത്, സാറേ ദീപകിന്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ നിന്ന് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. നോക്കുമ്പോൾ അതില് 4 ആളുകൾ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യാണ്. എന്നിട്ട് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്റ്റോറും ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന 3 ആളുകളാണ് ഇപ്പോ മരണപ്പെട്ടത്. അപ്പോൾ അടുത്തത് 4ാമത്തവൻ അവനാണ് മരണപ്പെടാൻ പോകുന്നതെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതേ പാറ്റേണിൽ എവിടെയെങ്കിലും റേപ്പ് നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 6 വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയും അവളുടെ തലയിൽ ചാക്കിട്ട ശേഷം അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിക്ക് പ്രതികളെ തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഹീറോ ആ 4ാമത്തെ വ്യക്തി അവൻ ആരാണെന്ന് ഉടനെ കണ്ടെത്ത്. അങ്ങനെ കുറച്ചു മുൻപ് ഒരു പെൺകുട്ടിക്ക് അബ്യൂസ് നേരിട്ട് അവള് കേസ് കൊടുത്തിട്ട് ഒരു സ്കൂളിലെ 2017-ലെയും 2018-ലും പഠിച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് ഹീറോ വാങ്ങിയിരുന്നില്ലേ? അപ്പോ 4ാമത് കൊല്ലപ്പെടാൻ പോകുന്നവനെ ആ വീഡിയോയിൽ വെച്ച് ഹീറോ കണ്ടിട്ടുണ്ട്. അപ്പോ അവനെ ആ സ്റ്റുഡന്റ് ലിസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ആ സ്റ്റേഷനിലെ SI പറയുന്നത്, സാറേ ഈ സ്കൂളിൽ നടക്കുന്ന എല്ലാ വർഷത്തിനും ഇവിടെയുള്ള കുറെ പണച്ചാക്കുകളുടെ മക്കള് നമ്മൾ പിടിച്ചു കഴിഞ്ഞാലും അവരുടെ സ്വാധീനം വെച്ച് അവന്മാർ ഇറങ്ങിപ്പോവും. അങ്ങനെ ഹീറോയും അസിസ്റ്റന്റും നേരെ പോകുന്നത് ആ ഒരു അബ്യൂസ് നേരിട്ട കല്യാണി എന്ന പെൺകുട്ടിയുടെ അച്ഛനെ കാണാനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസല്ല സാറേ, എന്റെ മോളെ ഇനിയെങ്കിലും വെറുതെ വിട്. അപ്പോൾ ഹീറോ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇപ്പോൾ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു വീട് കിട്ടിയിട്ടുണ്ട്. അതിലുള്ളത് നിങ്ങളുടെ മകൾ കല്യാണിയാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ അതിലുള്ളത് അവളാണെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അപ്പോൾ ഹീറോ, നിങ്ങളുടെ മകളെ അന്ന് ഉപദ്രവിച്ച 4 ആളുകളിൽ 3 ആളുകൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മകളെ വിളിക്ക്. സാറേ, സാറിനറിയാലോ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ള ആളുകളൊക്കെ അവൾ എങ്ങനെയാ കാണുമെന്ന്. എന്റെ മോൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാതെ അവളൊരു കത്ത് എഴുതി വെച്ച് എങ്ങോട്ടോ ഇറങ്ങിപ്പോയതാ. സ്വന്തം നാട്ടിലോ സമാധാനമില്ല, എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് ഞാനും കരുതി. ഇനി ഞാൻ അവളെ തേടിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും പല ആളുകളും അതറിയും, അവിടെയും അവളുടെ സമാധാനം പോവും. അതുകൊണ്ട് അതിനും ഞാൻ മുതിർന്നില്ല. എന്റെ മോള് നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. എന്റെ കടയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവൾ വന്ന് നിൽക്കുമായിരുന്നു. എന്നാൽ അന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് എന്റെ മോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പൊ ഹീറോ, നിങ്ങളുടെ മകളുടെ ഒരു ഫോട്ടോ വേണല്ലോ. അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ട ഹീറോയും നമ്മൾ ഷോക്കായി പോവാണ്. അത് വേറെ ആരുമല്ല, ഈ ഒരു മർഡർ കേസ് മറ്റൊരു ഭാഗത്ത് അന്വേഷിക്കുന്ന നമ്മുടെ റിപ്പോർട്ടർ ശ്രദ്ധയില്ലേ, അവള് തന്നെയാണ്. അപ്പോൾ ഓൾറെഡി അവൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, തന്റെ അടുത്തേക്ക് പോലീസ് എത്താൻ പോവാണ്. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ഹീറോയും ടീമും അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ അവളുടെ കൂട്ടുകാരിയില്ലേ,
അവള് മാത്രം അവിടെ ഉള്ളേ. അങ്ങനെ ആ ഒരു വീട് ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ അസിസ്റ്റന്റ് ദേയല്ലേ ഉള്ളിൽ എന്തോന്ന് കണ്ട് ഹീറോയെ വിളിക്കുന്നത്. നോക്കുമ്പോൾ ചുമരിലായിട്ട് നിലവിൽ മരണപ്പെട്ട പലരുടെയും ഡീറ്റെയിൽസ് അവളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിനോട് ഇതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? സാറേ, അത് അവളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവള് കളക്ട് ചെയ്ത് വെച്ചതാ. അപ്പോൾ അവള് നേരത്തെ മുങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നാലാമത്തെ ആ ഒരു പയ്യനിലെ അവനെ പോലീസ് പൊക്കുന്നത്. അവന്റെ പേര് അൽത്താഫ് എന്നാണ്. അപ്പോൾ അവനാണെങ്കിലേ ഹുസൈൻ സാഹിബിന്റെ മോനെയാണ് നിങ്ങൾ പിടിച്ചു വെച്ചിട്ടില്ലേ. എന്റെ വാപ്പയാരാ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ കാലിബായ ഹീറോ ഞാൻ ആരാണെന്ന് നിനക്കും അറിയില്ല. അങ്ങനെ അവന്റെ 3 ഫ്രണ്ട്സിന്റെയും പടമായ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇവന്മാരൊക്കെ തീർന്നടാ. അപ്പൊ അവനാണെങ്കില് ഇതിന്റെ പിന്നില് ഞാനാണെന്ന് തലയില് കെട്ടുകളുടെ പരിപാടിയാ. അവന്മാര് ചെത്തിട്ടുണ്ടെങ്കിലേ അവര് ചെയ്തതിൻ്റെതാ അവർക്ക് കിട്ടിയ. അപ്പൊ ഹീറോ ഡക്കോപ്പെ നീ വലിയ മാന്യം ചമയല്ലേ. അങ്ങനെ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോ ഇതില് നീയുമില്ലേ ആ പെൺകുട്ടി, അവള് കല്യാണിയല്ലേ. അപ്പൊ അവനാണെങ്കില് എനിക്കറിയില്ല, മര്യാദക്ക് പറഞ്ഞാല് നിന്റെ ജീവനെങ്കിലും ബാക്കിയുണ്ടാവും. അപ്പോഴാണ് CMന്റെ ഓഫീസിൽ നിന്ന് കോള് വരുന്നത്. അപ്പോൾ അവൻ പുറത്തിറങ്ങിയിട്ട് സാറേ ഇപ്പൊ എന്റെ തന്താരെന്ന് മനസ്സിലായില്ലേ, സാറെന്തായാലും കാര്യങ്ങൾ പറഞ്ഞു തന്നെ നന്നായി, ഇനിയിപ്പോ അവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളും. അപ്പൊ ഹീറോ ഈ ശനിയാഴ്ച രാത്രിക്കുള്ളില് അവള് നിന്നെ തീർക്കാതെ നോക്കിയോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയാവും. അങ്ങനെ അവന് വിട്ടുകഴിഞ്ഞപ്പോ IG വിളിച്ചിട്ട് എന്താണോ ചെയ്തേ, ഹോം മിനിസ്റ്റർ വിളിച്ചതാ. പക്ഷേ അവനെ അതിനെല്ലാം ഞാൻ പുറത്തു വിട്ടെ. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് നമ്മുടെ ടീം അവനെ ഓരോ സെക്കൻഡും ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഇരയിട്ട് കൊടുത്തിട്ട് കില്ലർ പിടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ അൽത്താഫിനെ തന്നെ ഫോളോ ചെയ്ത് ഓൾമോസ്റ്റ് ശനിയാഴ്ച രാത്രി മരണം നടന്ന ആ ഒരു സമയമായിട്ടും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. അവര് 4 പേരല്ലല്ലോ, ആ വീഡിയോ എടുത്ത 5-ാമൻ ഒരുത്തനുണ്ടല്ലോ. ഇനിയിപ്പോ അൽത്താഫിന് പകരം അവനായിരിക്കുമോ ഇന്ന് ഇല്ലാതാവാൻ പോന്നെ. അപ്പോൾ നേരെ അൽത്താഫിന് വീട്ടിലെത്തി നോക്കുമ്പോ അവിടെ വമ്പൻ പാർട്ടിയാണ്. എന്നിട്ട് അവനോട് നിങ്ങളുടെ വീഡിയോ എടുത്ത ആ 5-ാമൻ ആരാടാ. അപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എടുത്തവനെ വെള്ളത്തിൽ നോക്കി പഞ്ഞു കിടുമ്പോ അവനാണെങ്കിലേ സാറേ ഞാൻ പറയാം, അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ലിയോണാ. അപ്പോൾ ഹീറോ അവൻ എവിടെ അടപ്പുള്ളേ സാറേ, +2 കഴിഞ്ഞ ശേഷം അവനെക്കുറിച്ച് എനിക്ക് ഒരു വിവരമില്ല, ഞാൻ സത്യം പറയുന്നേ. അപ്പോഴാണ് ലിയോണില്ലേ അവന്റെ ഫാക്ടറി ക്ലോസ് ചെയ്ത് രാത്രി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉള്ളിൽ നിന്ന് ആരെയുള്ള പോലെ ശബ്ദം കേൾക്കാണ്. ആരായിരിക്കും? അവൻ പതി ഉള്ളിൽ വന്ന് നോക്കുമ്പോ ആ ഒരു മുഖംമൂടി ഹൂഡിയില്ലേ അവനെ അടിച്ച് പിഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ തീർത്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഒരു ലെറ്റർ ബോക്സിൽ അടുത്തൊരു കത്ത് വിട്ടിട്ട് ആ ഒരു കൊലയാളി പെൺകുട്ടി ബൈക്ക് എടുത്ത് പോവാണ്. അപ്പോഴാണ് സംഭവം പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ ടീം ആ ഒരു ഫാക്ടറി പരിസരത്തെത്തുമ്പോ ബോഡി കിട്ടുന്നത് അവന്റെ കാറിൽ നിന്നാണ്. ഓൾറെഡി ഓരോ ബോഡിയുടെ അരികിലും ഓരോ ക്ലൂ ആ ഒരു കൊലയാളി വിട്ടിട്ട് പോറില്ലേ. ഇപ്പൊ നോക്കുമ്പോ ആ വണ്ടിയിൽ ഒരു ലോക്കറ്റോ കീച്ചോനോ പോലെ എന്തോന്ന് ഹീറോയ്ക്ക് കിട്ടാണ്. CCTV ചെക്ക് ചെയ്യുമ്പോ മുഖക്ക് മറിച്ചിട്ടുള്ള ഒരു ഹൂഡി പെൺകുട്ടിയാണ് അവനെ ഉപദ്രവിച്ച് തീർത്ത് കളയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ശ്രദ്ധയുടെ നമ്പർ ട്രേസ് ചെയ്ത് നോക്കുമ്പോ അതിന് പറ്റുന്നില്ല, ഓൾറെഡി സ്വിച്ച് ഓഫ് ആണ്. അപ്പോ ലാസ്റ്റ് ബോഡിയുടെ അരികിൽ നിന്ന് കിട്ടിയ ആ ഒരു കീയില്ലേ അത് അവര് പഠിച്ചിരുന്ന സ്കൂളിലാണെന്ന് ചെക്ക് ചെയ്യുമ്പോ ആ ഒരു സ്കൂളിലെ കീയേ അല്ല അത്. അങ്ങനെ അടുത്ത ദിവസം ലിയോണിന്റെ വീട്ടിലും ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഓപ്പൺ ചെയ്യുമ്പോ ലിയോണെ നിനക്ക് ശേഷം മാത്രമേ അൽത്താഫിനെ ഞാൻ തീർക്കൂന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് അന്ന് രാത്രിയിലെ അൽത്താഫിന്റെ മുമ്പിൽ നമ്മുടെ സീരിയൽ കില്ലർ ശ്രദ്ധ വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവളെ ഇടിച്ചു തെറിപ്പിക്കാൻ നോക്കുമ്പോ അവള് പതിയെ മാറുകയാണ്. വണ്ടി സ്ലിപ്പായപ്പോ അവൻ ചാടി ഇറങ്ങി അവളെ ലോക്ക് ചെയ്ത് നോക്കുമ്പോ അതിനുള്ളിൽ നമ്മുടെ ഹീറോയിൻ ടീമും അവളെ പൂട്ടാണ്. എന്നിട്ട് അവര് 5 പേരുടെയും ഫോട്ടോ വെച്ചു കൊടുത്തിട്ട് കല്യാണി നിനക്ക് ഇവരെ അറിയോ, എന്നിട്ട് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് കല്യാണിയാണോ, അതുപോലെ അവരെ 4 പേരെയും തീർത്തതും താനാണോ? അപ്പൊ അവള് അതെ ഞാൻ തന്നെ, എന്റെ ജീവിതം നശിപ്പിച്ചത് അവരാ, പോലീസിനൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടും എനിക്ക് നീതി കിട്ടിയില്ല, അപ്പോ നിഷേധിക്കപ്പെട്ട നീതി ഞാൻ തന്നെ അങ്ങ് നടപ്പാക്കി. അപ്പൊ ഹീറോ അല്ല കല്യാണി, ഓൾറെഡി സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോ ചാക്കുകൊണ്ട് മുഖം മൂടിയിരുന്നതുകൊണ്ട് അവരെ കറക്റ്റ് മനസ്സിലായിട്ടില്ല എന്നല്ലേ കംപ്ലൈന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവരാ തന്നെ ഉപദ്രവിച്ചെന്ന് താൻ എങ്ങനെയാ മനസ്സിലാക്കിയേ? അല്ല സാറേ, സാറൊരു പോലീസുകാരനല്ലേ, നിങ്ങളുടെ നിയമത്തിൽ തന്നെ ഒരു തെളിവും ബാക്കി വെക്കാതെ ഒരു ക്രൈമും നടക്കാറില്ല എന്നില്ലേ? അപ്പൊ ഹീറോ അല്ലേ ഓൾറെഡി എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കിട്ടിയ ഓരോ ഫോട്ടോസ് അല്ലേ അവര് ആരൊക്കെയാണ് കൊല്ലപ്പെടാൻ പോകുന്നത് എഴുതിയത്? അപ്പൊ ഹീറോ ഇതിൽ എഴുതിയതും ഫോട്ടോ എടുത്തതും താനാണോ? അപ്പൊ അവളും അതെ, അങ്ങനെയാണെങ്കിൽ ആ ക്യാമറയുടെ? അപ്പൊ അവള് അതെന്റെ ക്യാമറയല്ല, എന്റെ ഒരു ഫ്രണ്ടിൻ്റെതാ. എന്നാൽ അപ്പോഴാണ് നമ്മുടെ അസിസ്റ്റന്റിന് ഒരു ഫോൺ വരുന്നത്. അതായത് അൽത്താഫിനെ കൊല്ലാനായിട്ട് ഉപയോഗിച്ച കത്തിയിലെ ഫിംഗർ പ്രിന്റും ജോണിന്റെ കൊലപാതകം നടന്ന സ്ഥലത്ത് കിട്ടിയ കത്തിയിലെ ഫിംഗർ പ്രിന്റും മാച്ച് അല്ല. അപ്പൊ ഹീറോ ഐജിയോട് സാറേ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് കല്യാണിയല്ല, എന്നാല് കല്യാണിക്കറിയുന്ന വേറെ ആരോ ആണ്, എന്നാല് അതാരാണെന്ന് കല്യാണി പറയുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോ സാറേ ആ കൊലയാളിയുടെ ഉദ്ദേശം കല്യാണിയെ വെച്ചിട്ട് അൽത്താഫിനെ ഉപദ്രവിക്കുന്ന പോലെ ഒരു ഡ്രാമ ഉണ്ടാക്കുക. അപ്പോ പോലീസ് ഓൾറെഡി അൽത്താഫിനെ സേവ് ചെയ്യാൻ പുറകിലുണ്ടെന്ന് അറിയാലോ. നമ്മൾ അവനെ രക്ഷിക്കാൻ പോകുമ്പോ ശ്രദ്ധ അവൾ അറസ്റ്റിലാവും. ആ സമയത്ത് യഥാർത്ഥ കൊലയാളി രക്ഷപ്പെടുകയും ചെയ്യും. എന്നാൽ പോലീസ് ആണെങ്കിൽ സീരിയൽ കില്ലർ ശ്രദ്ധ തന്നെയാണ് അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് മീഡിയയോട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. അപ്പോ നമ്മുടെ ഹീറോയിലെ കല്യാണിയുടെ കൂട്ടുകാരിയോട് ഈ കൊലപാതകത്തിന് പിന്നില് കല്യാണി അല്ല എന്ന്
നിനക്കും അറിയായിരുന്നില്ലേ? നിനക്കറിയാവുന്ന മറ്റ് സത്യങ്ങൾ പറ. അപ്പോൾ അവളും, സാറേ, ജോൺ കൊല്ലപ്പെടുന്നതിന്റെ 2 ആഴ്ച മുമ്പ് കല്യാണിയുടെ പോസ്റ്റലിലേക്ക് ഒരു ലെറ്റർ വന്നു. അതില് നിനക്ക് നിഷേധിക്കപ്പെട്ട നീതി ഞാൻ നടപ്പിലാക്കുന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ജോണ് കൊല്ലപ്പെടുകയും ചെയ്തില്ലേ? അപ്പോൾ നമ്മള് ശരിക്കും ഞെട്ടി. പിന്നീടും കത്ത് വന്നു. അതില് കിരണും ദീപകും കൊല്ലപ്പെടുന്നിരുന്നു. അതുപോലെ കല്യാണിയെ അയാൾക്ക് നേരിട്ടൊന്ന് കാണണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണിക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം റിസ്ക് എടുത്ത ഒരാളുണ്ടെങ്കിൽ കല്യാണിക്കും അയാൾ പ്രിയപ്പെട്ടവനായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയൊക്കെ ചോദിച്ചാലും അതാരാണെന്ന് കല്യാണി കാണിച്ചു തരില്ല. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് കല്യാണിയുടെ അച്ഛൻ ഒരു ഫോട്ടോ കൊടുത്തിരുന്നില്ലേ? ആ ഒരു ഫോട്ടോയിലെ ശരിക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ ഫോട്ടോ എടുത്ത ആളുടെ റിഫ്ലക്ഷൻ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അനലൈസറെ കൊണ്ട് അതാരാണെന്ന് ഒന്ന് ഡിറ്റക്ട് ചെയ്തെടുക്കാൻ നോക്കുമ്പോൾ അവസാനം റിസൾട്ട് കണ്ട് നമ്മുടെ ഹീറോ ഷോക്കായി പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ പോകുന്നത് തന്റെ അച്ഛന്റെ 2ാം ഭാര്യയുടെ വീട്ടിലേക്കാണ്, അതായത് അനിയൻ ജോണിന്റെ അടുത്തേക്ക്. എന്നിട്ട് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ അവൻ, എനിക്കൊന്നും സംസാരിക്കാനില്ല, ഒരേ തന്തൊക്കെ ഉണ്ടായതാന്ന് ഞാനങ്ങ് നോക്കൂല, കുത്തിനൊടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അപ്പൊ അവനൊന്ന് പറഞ്ഞപ്പോ, പറടാ, ഈ പെൺകുട്ടി ആരാണെന്ന് നിനക്കറിയോ? അപ്പൊ അവനും, അറിയാം, ഞാൻ പഠിച്ചിരുന്ന ബോർഡിംഗ് സ്കൂളിൽ വെച്ചിട്ട് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ എടുത്തതും ഞാൻ തന്നെയാണ്. എന്റെ അച്ഛൻ എനിക്കൊരു ഇൻസ്റ്റന്റ് ക്യാമറ വാങ്ങി തന്നിരുന്നു. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ആ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ കിട്ടിയിരുന്നുള്ളൂ. പുറത്തിറങ്ങുമ്പോൾ ഞാൻ പലരുടെയും ഫോട്ടോ ആ ക്യാമറ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു പെൺകുട്ടി അതിലെ പാസ്സായപ്പോ ഒരു ഫോട്ടോ എനിക്ക് എടുത്തിരുന്നു ചോദിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആ ഫോട്ടോ എടുത്ത്. ഹീറോ ആണെങ്കിൽ നിലവിലെ മരണപ്പെട്ട 4 ആളുകളുടെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ട്, ഇവരെ നിനക്കറിയോ? അപ്പൊ അവനാണെങ്കിൽ, അറിയാം, എന്റെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാ. അപ്പൊ ഹീറോ, അല്ല, കൂടെ പഠിച്ച ഫ്രണ്ട്സ് കൊല്ലപ്പെട്ടത് നീ അറിഞ്ഞില്ലേ? അതിന് കൂടെ പഠിച്ചവന്മാരൊക്കെ ഫ്രണ്ട്സ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്. അപ്പോ മരണപ്പെടുന്നതിന് മുൻപ് പലരുടെയും വീട്ടിലേക്ക് വന്ന ചുമരിൽ എഴുതിയെടുത്ത ഈ ഫോട്ടോയും നീ തന്നെ എടുത്തതല്ലേ? അപ്പോഴാണ് അവൻ ഓർക്കുന്നത് ആ ഫോട്ടോസ് അവൻ വേറൊരാൾക്ക് വേണ്ടി എടുത്തു കൊടുത്താണ്. എന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് കോളേജില് ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, അവന്റെ പേരാണ് നിർമ്മൽ. അപ്പൊ ഹീറോ, അല്ല, ഈ മരണപ്പെട്ട പയ്യന്മാരുമായിട്ട് നിർമ്മലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അവര് 4 പേരുമാണ് ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. എന്നാൽ ആ ഒരു കാഴ്ച കണ്ട അവരുടെ ഹോസ്റ്റൽ വാർഡനില്ലേ, ആ കുട്ടിയെ രക്ഷിക്കാതെ അവർക്ക് കൂട്ടു നിൽക്കായിരുന്നു. അന്ന് ചുമരിലെ ആ ഒരു ചെറിയ പയ്യൻ നിർമ്മല അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവനെ അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു വിഷമത്തിലായിരിക്കും അവനന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഹീറോയുടെ ടീം, അല്ല, നിർമ്മലിന് അങ്ങനെ ഉപദ്രവം നേരിട്ടിട്ട് ആ സ്കൂളിലെ ആരും അവന്റെ ഭാഗം കേൾക്കാനേ ശ്രമിച്ചില്ലേ? അതിന്റെ കാരണം അവന്റെ അമ്മ തന്നെയായിരുന്നു. അവനവന്റെ അമ്മയെ വിളിച്ച് സങ്കടം പറഞ്ഞാലും എനിക്കിപ്പോ നിന്റെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ല, അതും പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാറായിരുന്നു. അന്നത്തെ ദിവസം മൊത്തം അവന്റെ അമ്മ അവനെ തിരിച്ചു വിളിക്കുന്ന അവൻ കാത്തിരുന്നു. എന്നാൽ അവര് വിളിച്ചില്ല. നിർമ്മലിന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം അവന്റെ അമ്മയ്ക്ക് പലരുമായിട്ടും ബന്ധമുണ്ടെന്നാണ് സ്കൂളിലൊക്കെ പറഞ്ഞ് നടന്നിരുന്നത്. അതേ സമയത്ത് നമ്മുടെ അൽത്താഫിലെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഒരു പെൺകുട്ടിയെ കൂട്ടിയിട്ട് ഏതോ ഒരു റൂമിലേക്ക് പോവാണ്. എന്നാൽ അവള് ഫ്രഷ് ആകാൻ പോകുമ്പോ ആ ഒരു ഹൂഡി കൊലാളി വന്നിട്ട് അവന്റെ നെഞ്ചില് കത്തി കുത്തി ഇറക്കി അവനെ തീർത്ത് കളയുന്നുണ്ട്. ആ ഒരു കാഴ്ച ആ ഒരു പെൺകുട്ടിയെ കണ്ട് ഷോക്കായി പോവാണ്. അങ്ങനെ ക്രൈം സീനിൽ എത്തിയിട്ട് ഫോറൻസിക് ടീം മാക്സിമം എവിഡൻസുകൾ കളക്ട് ചെയ്യാണ്. അപ്പോഴാണ് അവനെ നോർമലി കൊലപ്പെടുത്തിയത് മാത്രമല്ല പ്രൈവറ്റ് പാർട്ട് വരെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീറോ കലിപ്പായിട്ട് നേരെ ശ്രദ്ധയോട്, മര്യാദക്ക് നീ പറയുന്നോ? അപ്പോഴാണ് അവളൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് എന്റെ അച്ഛന് ആ വാലിയില് ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ചില സമയത്ത് എന്നെ നിർത്തിയിട്ട് പോകും. അപ്പോഴാണ് ഒരിക്കൽ നിർമ്മലിനെ ഞാൻ കാണുന്നത്. അപ്പോൾ അവനാണെങ്കിലേ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന വളയും മാലയൊക്കെ കൗതുകത്തിൽ നോക്കുന്നുണ്ടപ്പോ ഗേൾഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാ? എനിക്ക് ഗേൾഫ്രണ്ട് ഒന്നുമില്ല, ഞാൻ വെറുതെ നോക്കിയതാ. പിന്നീട് സ്കൂളില്ലാത്ത സമയത്തൊക്കെ നിർമ്മല് കടയിലേക്ക് വരികയായിരുന്നു. അങ്ങനെ നമ്മള് നല്ല ഫ്രണ്ട്സായി. അങ്ങനെ പലപ്പോഴും പുറത്തു പോകാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ രണ്ടുപേരും ടൗണിൽ പോയിട്ട് വരുമ്പോഴാണ് 5 പയ്യന്മാരെ കാണുന്നത്. അവരെ കണ്ടപ്പോ നിർമ്മല് അവൻ വല്ലാതെ പേടിക്കാൻ തുടങ്ങി. അപ്പോ ശ്രദ്ധയാണെങ്കിലേ, നീ പേടിക്കണ്ട. അങ്ങനെ അവനെ കൂട്ടി പോകുമ്പോ അവര് തടഞ്ഞിട്ട്, നീ എന്താ ഇവന്റെ അമ്മയാ? കൊള്ളാലോ. അപ്പോ അവന്റെ മുഖത്തൊന്ന് കൊടുത്തിട്ട് അവനെയും കൂട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. അതില് അവർക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ട് അതിനുശേഷമാണ് അവള് ഒരിക്കലും കരുതാത്ത ആ ഒരു അബ്യൂസ് നേരിടുന്നത്. അന്ന് അച്ഛൻ കടയിലുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഓരോരുത്തരും അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ പുറത്തുനിന്ന് നിർമ്മലിലെ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അവനെ എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ശ്രദ്ധ, അതിനുശേഷം ഞാൻ കടയിലേക്ക് പോയിട്ടില്ല, നിർമ്മലിനെ കണ്ടിട്ടുമില്ല. അപ്പോഴാണ് അയച്ചു വന്നിട്ട്, കേസ് ക്ലോസ് ചെയ്യാനായില്ലേ? അപ്പൊ ഹീറോ, ഇല്ല സാറേ, അൽത്താഫിന്റെ കൊലപാതകത്തിലെ ഈ കൊലപാതകങ്ങള് അവസാനിക്കുന്നല്ലേ നമ്മൾ കരുതിയേ? എന്നാല് വേറെ ആരോ ഒരാളും കൂടി ഉണ്ട്. കാരണം ആ ക്രൈം സീനിൽ വെച്ച് ഒരു വാച്ച് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിലവിലെ കല്യാണിയായ ശ്രദ്ധയെ ഉപദ്രവിച്ച എല്ലാ ആളുകളും ഇപ്പൊ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോ അടുത്ത താരാണ് അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ സ്കൂളിലേക്ക് തന്നെ പോകണം. അതേ സമയത്താണ് നമ്മുടെ പ്രിൻസിപ്പളിനെ ആ സമയത്ത് സ്റ്റേഷനിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ മീറ്റ് ചെയ്തിട്ട്, സാറേ, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കല്യാണി എന്ന പെൺകുട്ടിയെ മുഖത്ത് ചാക്കിട്ട് ഒരു 5 ആളുകൾ ചേർന്ന് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മുഖത്ത് ചാക്കിട്ടതുകൊണ്ട് അതാരായിരുന്നെന്ന് അവള് ശരിക്കും കണ്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലേക്ക് ഒരു പയ്യൻ വന്നു. അവന്റെ പേര് നിർമ്മൽ എന്നാ പറഞ്ഞ്. അപ്പോ അവൻ ആ കാഴ്ച നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ ആ 5 ആളുകളുടെയും ഡീറ്റെയിൽസ് അടക്കം തന്നിട്ടുണ്ട്. എന്നാൽ അവൻ തന്ന വാക്കുമൂലം ഞാൻ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രിൻസിപ്പളും സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുന്ന കാര്യമല്ലേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യാം,
പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് കിട്ടേണ്ടത് കണ്ടറിഞ്ഞ് നിങ്ങൾ കയ്യിലെത്തിക്കണം. അങ്ങനെ സ്കൂളിലെത്തിയിട്ട് ആ ഒരു സ്കൂളിന്റെ ബോർഡിനോട് ഇനി ഒരിക്കലും അവൻ ആരോടും സത്യം പറയാൻ പാടില്ല, അതിന് അവനെ തീർത്ത് കളയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് വേണ്ട, ചെറിയൊരു പയ്യനല്ലേ, ഒന്ന് തട്ടുകൊടുത്ത് വിട്ടാൽ മതി. പേടിച്ച് അവൻ മിണ്ടില്ല. അതേ സമയത്ത് നമ്മുടെ ഹീറോ ഇല്ലേ പ്രിൻസിപ്പളിനോട് നിങ്ങൾ എന്തിന്റെ പേരില നിർമ്മലിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ? അത് അവനവന്റെ റൂമിലായിട്ട് ചുമരിലെ കല്യാണി ഉപദ്രവിച്ച 5 ആളുകളുടെയും പേരെഴുതി വെച്ചിട്ട് അവരെ കൊല്ലുന്നെഴുതിയിരുന്നു. ആ ഒരു കാര്യം കണ്ട വാർഡൻ എന്നോട് പറയും ചെയ്തു. അപ്പോ വാർഡനെ കൊണ്ട് അത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. അപ്പൊ ഹീറോ ഒരു ചെറിയ പയ്യന്റെ മനസ്സിൽ നിന്ന് അവൻ ഇത്രക്ക് ഡീപ്പായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അവൻ ആ 4 എണ്ണം നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ലിസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളും പെടും. അങ്ങനെ 5ാമത് ഷീട്ട് കൊടുത്തിട്ട് 6ാമതാവാതിരിക്കാൻ സൂക്ഷിച്ചു. അപ്പോഴാണ് ഹീറോയുടെ അസിസ്റ്റന്റ് വിളിച്ചിട്ട് പറയുന്നത്, സാറേ അൽത്താഫിന്റെ ഗേൾഫ്രണ്ട് അവൾക്ക് ബോധം വന്നിട്ടുണ്ട്, കില്ലറെ അവൾ നേരിട്ട് കണ്ടു എന്ന് പറയുന്നത്. അപ്പൊ ഹീറോ അങ്ങനെയാണെങ്കിൽ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ട് അതാരാണെന്ന് വരച്ചെടുക്കാൻ നോക്ക്. അങ്ങനെ അന്നത്തെ CI മീറ്റ് ചെയ്തിട്ട് അവനെ കുറിച്ച് ചോദിക്കുമ്പോൾ, സാറേ നിർമ്മല് അവനില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന തലക്കെന്തോ കുഴപ്പമുള്ളൊരു പയ്യനാ. അപ്പൊ ഹീറോ ഓൾറെഡി സ്കൂളിൽ പോയി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് ഇവിടെ വന്നേ, തനിക്ക് എത്ര കിട്ടി താനൊന്ന് കൂട്ടുന്നതിന്? ഓൾറെഡി ആ പെൺകുട്ടി ഉപദ്രവിച്ച 5 പ്രതികളും ഇന്ന് ജീവനോടെ ഇല്ല. അപ്പോ ചിലപ്പോ അടുത്തത് താനാവാനും മതി. ഇപ്പോ നമ്മുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് നിർമ്മലാണ്. അവൻ എവിടെയുള്ളേ? അപ്പോ CI അതിന് സാറേ നിർമ്മല് അവൻ ചത്തല്ലോ. 6 വർഷങ്ങൾക്ക് മുൻപ് അവിടെയുള്ള ക്ലോക്ക് ടവറിന്റെ മുകളിൽ നിന്ന് അവൻ താഴത്തേക്ക് ചാടി ജീവൻ ഒടുക്കിയതാ. അപ്പൊ ഹീറോ നമ്മുടെ പ്രിൻസിപ്പൽ വിളിച്ചിട്ട് അന്ന് നിർമ്മല് ചുമരിൽ എഴുതിയ ആ ഒരു വാചകങ്ങൾ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ, ആ ഫോട്ടോസ് നിങ്ങൾ ആർക്കാ കൊടുത്തിരുന്നേ? അപ്പോ അയാൾ എന്തോ കാര്യം പറയുന്നുണ്ട്, എന്നാൽ അത് നമ്മൾ കേൾക്കുന്നില്ല. അതേ സമയത്ത് അൽത്താഫിന്റെ ഗേൾഫ്രണ്ടില്ലേ അവളും ആ ഒരു കില്ലറെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ഹീറോ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിലെ ഒരു സ്ത്രീ തന്നെയാണ്, അത് വേറെ ആരുമല്ല, നിർമ്മലിന്റെ അമ്മ വിമല നിർമ്മലാണ്. അങ്ങനെ നിർമ്മലിന്റെ അമ്മയിലെ ഒരു കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങി വലിക്കുമ്പോഴാണ് അവരുടെ ലൈഫിൽ സംഭവിച്ച ചില ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. ഓൾറെഡി നിരഞ്ജന്റെ അച്ഛൻ മരണപ്പെട്ട ശേഷം കുറേയധികം കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കടക്കാര് വീട്ടിലെത്തിയിട്ട് പണം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് സാവകാശം തരണം, ഒരു കുഞ്ഞിനെ വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ കടങ്ങളൊക്കെ തീർക്കാം, ഇപ്പോൾ വേറെ വഴിയൊന്നും കാണുന്നില്ല. അയാളാണെങ്കിൽ അതിന് വേറെ വഴിയൊക്കെ ഉണ്ട്, നീ ഒന്ന് സഹകരിച്ചാൽ മതി, നിന്റെ മോനില്ലാത്ത സമയത്ത് ഞാൻ വന്നോളാം. എന്നാൽ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നിർമ്മല് വരുന്നത്. അപ്പോൾ തന്റെ അമ്മയെ അവൻ തെറ്റിദ്ധരിക്കുകയാണ്. എന്നാൽ തന്റെ മകനെ കൂടെ വെച്ചിട്ട് അവനെ നോക്കി കടങ്ങൾ വീട്ടാന് അമ്മക്ക് പറ്റാതായപ്പോൾ അവനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർത്തതാണ്. എന്നാൽ അവനാണെങ്കിൽ അമ്മേ എനിക്ക് അമ്മയുടെ കൂടെ വന്നാൽ മതി, ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും നിന്നിട്ടില്ലല്ലോ. അപ്പൊ അമ്മയാണെങ്കിൽ ദേഷ്യത്തില് നിനക്ക് പറഞ്ഞത് മനസ്സിലാവാതെ എനിക്ക് എത്ര പ്രശ്നങ്ങളും കടങ്ങളുണ്ടെന്നറിയോ, ഇനി നിന്റെ ഭാഗത്തുനിന്ന് കൂടി തുടങ്ങല്ലേ, എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ആ അമ്മ അവിടെ നിന്ന് പോകാനൊരുങ്ങി. തന്റെ മകനോട് ശരിക്കും ആ അമ്മക്ക് സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും അയാളെ കൂട്ടാളികളെ കൂട്ടിയിട്ട് പണം ചോദിച്ചു വന്നത്. അപ്പൊ കുറച്ചുകൂടി സാവകാശം തരാന്ന് പറഞ്ഞപ്പോ 26-ാം തീയതിക്കുള്ളിൽ പണം തന്നിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോഴാണ് ഹോസ്റ്റലിലെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിർമ്മലെ അമ്മയെ വിളിച്ചത്. ആ ഒരു ദേഷ്യത്തിലാണ് ഇപ്പോ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഫോൺ വെച്ച്. അങ്ങനെ പലപ്പോഴും അവന് ഹോസ്റ്റലിൽ നിന്ന് അബ്യൂസ് നേരിട്ടപ്പോഴൊക്കെ അമ്മയെ വിളിച്ച് പറഞ്ഞപ്പോ ഇതൊക്കെ എല്ലാ ഹോസ്റ്റലിലും സംഭവിക്കുന്നതാ, അതൊന്നും നീ കാര്യാക്കണ്ട, ഒന്ന് ക്ഷമിച്ച് കുറച്ച് നാളോട് നിൽക്ക്. എന്നാൽ കുറെ നാള് അവൻ സഹിച്ചു നിന്നു. അങ്ങനെ ഇരിക്കുകയാണ് കല്യാണിക്ക് ആ ഒരു പ്രശ്നം സംഭവിക്കുന്നതും സ്കൂളിന്റെ മുഖം രക്ഷിക്കാനായിട്ട് അവന്റെ അമ്മയെ വിളിപ്പിച്ച് നിങ്ങളുടെ മകൻ ചുമരിൽ എഴുതിയതാ, ഈ ഫോട്ടോസ് കണ്ടോ, ക്ലാസ്സിലും സ്കൂളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു കുട്ടികളും ഇവിടെയില്ല, അതിന് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇവന് ഈ സ്കൂളിലോ ക്ലാസ്സിലോ ഒരു ഫ്രണ്ട് പോലും ഇല്ല. അപ്പൊ അവന്റെ അമ്മയാണെങ്കിലേ അവന്റെ അച്ഛൻ മരണപ്പെട്ട ശേഷമാണ് അവന് ഡിപ്രഷനൊക്കെ തുടങ്ങിയത്, അതുകൊണ്ടായിരിക്കും. അപ്പൊ പ്രിൻസിപ്പൾ ആണെങ്കിലേ ആ 4 പയ്യന്മാരല്ലേ ജോണിനോട്, ജോണെ നിന്നോട് ഇവൻ എന്താ ചെയ്തേ, അതായത് സ്റ്റെഫി എന്നൊരു പെൺകുട്ടിയെ ഞാൻ ഉപദ്രവിക്കുന്നത് ഇവൻ കണ്ടുവന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കാൻ പോയപ്പോ അവൻ കോമ്പസ് വെച്ച് എന്നെ കുത്താൻ വന്നു. അപ്പൊ പ്രിൻസിപ്പൾ ആണെങ്കിലേ ഞാൻ സ്റ്റെഫിയോടെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അത് മാത്രമല്ല ഇവർ 5 പേരും കൂടി ചേർന്ന് നിർമ്മലിനെ കൊല്ലാൻ നോക്കിയെന്ന് അവൻ തന്നെ പറഞ്ഞെടുക്കാൻ തുടങ്ങി. എന്നാൽ സ്കൂളിലെ ഒരു കുട്ടികളും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ അവനാണെങ്കിലേ സാറേ എനിക്ക് പറയാനും കൂടി ഒന്ന് കേൾക്കണം, എന്നാൽ അയാൾ നീ മിണ്ടാതിരിക്കും. അപ്പൊ അമ്മയും ഇത് അവൻ അവസാനമായിട്ട് പറ്റുന്നതാ, ഇനി ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല. അപ്പൊ പ്രിൻസിപ്പൾ ആണെങ്കിൽ നിങ്ങളുടെ മകന്റെ കൈ കാണിക്കാൻ പറ. അപ്പോൾ കയ്യിലൊരു മുറിവ് കണ്ടപ്പോ ഇത് അവൻ സ്വന്തം ചെയ്തതാ, ബാക്കിയുള്ള ആളുകളുടെ മേലെ കുറ്റം ആരോപിക്കാൻ. ഇതുപോലെ മാനസിക പ്രശ്നമുള്ള ഒരു കുട്ടിയെ ഈ സ്കൂളിൽ വെക്കാൻ പറ്റില്ല. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അന്ന് രാത്രി ദേഷ്യം വന്ന അമ്മയോട് അവൻ സത്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അമ്മയാണെങ്കിൽ നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട, ആദ്യം നിന്റെ അച്ഛനാണെങ്കിൽ ഇപ്പോ നീയും തുടങ്ങി, എന്തൊക്കെയാ നീ ചെയ്തു വെച്ചിട്ടില്ലേ? അപ്പൊ അവനാണെങ്കിൽ അമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല, അവര് പറയുന്നത് എന്നെ സത്യം, നിനക്ക് പ്രാന്ത. അമ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ കേട്ടപ്പോ അതും കൂടി അവന് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് അവന്റെ ജീവൻ ഇല്ലാതാക്കുന്നത്. ആ ഒരു കാഴ്ച കണ്ട് ആ അമ്മക്ക് സഹിക്കാൻ പറ്റിയില്ല. അതേ സമയത്ത് പ്രസന്റിലെ അവന്റെ അമ്മ വിമലയാണെങ്കിൽ ഫോണിലെ ചാർജ് തീർന്നുപോയി, ഒരു ഫോൺ കിട്ടോ. അങ്ങനെ ആ ഒരു ഫോണിൽ നിന്ന് ആരെയോ വിളിച്ചിട്ട് ഞാൻ നിർമ്മലിന്റെ അമ്മയാണ്, നാളെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? അതേ സമയത്ത് നമ്മുടെ ഹീറോ ഇല്ലേ നിർമ്മലിന്റെ അമ്മയുടെ വീട്ടിൽ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ ഒരു
ആൽബത്തിലായിട്ട് ആരുടെയോ ഫോട്ടോ കാണുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ ഹീറോ ടീമും അവരുടെ പിന്നാലെ വരുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ ആണെങ്കിൽ പേടിച്ച് പ്രാർത്ഥനയിലാണ്. അതേപോലെ അന്നത്തെ സിഐയില്ലേ അയാളുടെ വീടിനും പോലീസ് കാവൽ കൊടുക്കാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഇല്ലേ വിമല ആരുടെ പിന്നാലിരിക്കും പോയിട്ടുണ്ടാവാന്ന് ഗസ് ചെയ്യുന്നത്. അതേ സമയത്ത് വിമല ആ ഒരു വാർഡനില്ലേ ഫോളോ ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മുടെ ഹീറോ പിന്നാലെ എത്തിയിട്ട് വിമല നിർത്ത്, എന്നാല് വാർഡൻ ലോക്ക് ചെയ്തിട്ട് ഒരടി മുന്നോട്ട് വെച്ചാലേ ഇവനെ ഞാൻ തീർക്കും. അപ്പൊ ഹീറോ ആണെങ്കിലേ വിമല് ജീവൻ ഒടുക്കിയതില്ലേ ഇയാൾക്കൊരു പങ്കുമില്ല. എന്റെ മകന്റെ വേദന ഇവൻ നോക്കി നിന്നില്ലേ, ഇവൻ മര്യാദക്ക് ഇവന്റെ ജോലി ചെയ്തിരുന്നെങ്കിലേ എന്റെ മോൻ മരിക്കില്ലായിരുന്നു. അപ്പൊ ഹീറോ ഇവനെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിർമ്മൽ എഴുതിയേ, കാരണം അവസാനമായിട്ട് അവൻ എഴുതിയ വാചകം അത് ഇയാളെ കുറിച്ചല്ല. അപ്പോഴേക്കും പോലീസ് ടീം താഴെയെന്ന് ഉറപ്പായപ്പോ വിമല വാർഡനെ കുത്താൻ നോക്കാണ്. അപ്പോ നമ്മുടെ ഹീറോ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതേ സമയത്ത് വാർഡനെ ചെസ്റ്റിലെ പരിക്കോടെ രക്ഷപ്പെട്ടപ്പോ അയാൾ പറയുന്നുണ്ട് അവന്റെ അമ്മ പറഞ്ഞ സത്യം തന്നെയാ, നിർമ്മലിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. എനിക്ക് ഒറ്റ മോനായിരുന്നു, അവൻ ഒരു ആക്സിഡന്റില് എന്നെ വിട്ടുപോയി. അതിനുശേഷം എന്റെ ഭാര്യ സംസാരിച്ചിട്ടില്ല. അപ്പോ അവളെ ഒരു സൈക്കാട്രിക് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോഴാണ് അതേ ഹോസ്പിറ്റലിൽ വെച്ച് നിർമ്മലിന്റെ അമ്മ വിമലയെ ഞാൻ കാണുന്നത്. അങ്ങനെ അവിടെ വെച്ചാണ് നിങ്ങളുടെ മകന് അങ്ങനെ സംഭവിച്ചതിൽ എനിക്കും പങ്കുണ്ട്. അങ്ങനെ അവന്റെ കയ്യിലെ മുറിവ് അവരൊക്കെ ചേർന്നിട്ടതാണെന്നും ആ പെൺകുട്ടിക്ക് സംഭവിച്ചതൊക്കെ അവൻ അനുഭവിച്ച എല്ലാ പീഡനങ്ങളും വാർഡൻ ഏറ്റു പറയാണ്. കല്യാണിക്ക് സംഭവിച്ചത് അവൻ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതായിരുന്നു അവൻ ചെയ്ത തെറ്റ്. അതിന് അവൻ അനുഭവിച്ചത് ചെറിയ പീഡനങ്ങളൊന്നും ആയിരുന്നില്ല. അപ്പോഴാണ് ആ ഒരു അമ്മയ്ക്ക് തന്റെ മകൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു, അവൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടായിരുന്നെന്ന് മനസ്സിലാവുന്നത്. അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്റ്റാലിൻ സാറിന് അറിഞ്ഞിട്ടും ഒരിക്കലും അവരോട് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നോട് സമാധാനത്തിൽ സംസാരിക്കുമ്പോഴാണ് അങ്ങനെ ഷൂട്ട് ചെയ്തത്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസേഴ്സിനെ സ്റ്റാലിൻ ഫേസ് ചെയ്യുമ്പോൾ ജീവനോടെ പിടിക്കാൻ പറ്റുമായിരുന്ന ഒരു പ്രതിയെ നിങ്ങൾ എന്തിനാ ഷൂട്ട് ചെയ്തേ? അപ്പോൾ ഹീറോ 5 യുവാക്കളെ ഒരു ദയമില്ലാതെ കൊന്ന ഒരു ക്രിമിനലായിട്ട് മാത്രമേ എനിക്കപ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവരാണെങ്കിലേ ഇവിടെ നിയമവും കോടതിയും പിന്നെന്തിന് ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാ. ആ ഒരു ഡ്യൂട്ടി ഒന്നും നിങ്ങൾ ഏറ്റെടുക്കണ്ട. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രമേ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനിപ്പോ ആര് എന്ത് പറഞ്ഞാലും ഇതുവരെ ചെയ്ത ഒന്നിനും എനിക്ക് ഒരു കുറ്റബോധമില്ല. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് വേണ്ട ആക്ഷൻ നിങ്ങൾ എടുത്തോ. അങ്ങനെ പുറത്തേക്ക് എത്തിയപ്പോ നമ്മുടെ IG വന്നിട്ട് അല്ലടാ നിർമ്മല് അവസാനമായിട്ട് എഴുതിയ വാചകത്തിലെ വാർഡന്റെ പേരല്ലെങ്കിൽ പിന്നെ ആരുടെ പേരാ? അപ്പൊ ഹീറോ എനിക്ക് മാത്രം അറിയുന്ന സത്യങ്ങൾ അത് അവിടെ തന്നെ കിടന്നോട്ടെ സാറേ. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഇടയിൽ നിർമ്മലിന്റെ റൂം കാണാൻ പോയപ്പോ അവിടെ ചുമരില് അവൻ എഴുതി വെച്ചത് ഹീറോ വായിക്കുന്നത് എല്ലാത്തിനും നോക്കുകുത്തിയായിരുന്ന എന്റെ അമ്മയെ എനിക്ക് കൊല്ലണം. അപ്പോ ഹീറോ ആ സത്യം മനസ്സിലാക്കിയ പോലെ തന്നെ വിമലയും തന്റെ മകൻ തന്റെ മരണം കൊതിച്ചിരുന്നെന്ന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തിലേക്കാണ് നമ്മുടെ ഹീറോയെ എത്തിച്ചത്. അതുപോലെ ഹീറോ അന്ന് വീട്ടിലെത്തിയപ്പോ അവന്റെ ഒരു ആൽബത്തില് അവസാനം അമ്മയുടെ ഫോട്ടോയില് അവൻ അതുപോലെ എഴുതി വെച്ചിരുന്നു. അത് അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ മകൻ ആഗ്രഹിച്ചത് ഇപ്പൊ നടക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ വാർഡനെ കുത്താൻ നോക്കുന്നതും അപ്പോൾ ഹീറോ അറിയാതെ ഷൂട്ട് ചെയ്തു പോകുന്നതും. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അന്ന് വിമല താഴത്തേക്ക് വീഴുന്നത്. അവസാനം ഹീറോ പറയുന്നത് വിധിക്കപ്പെട്ട ശിക്ഷ നടപ്പിലാക്കുന്ന ആരാചാര പോലെ ഇത് എന്റെ മാത്രം ശരിയാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു കഥയായിരുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതിലും അടിപൊളി കഥകൾ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരെ മറക്കാതെ ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ.